ഞങ്ങൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ട് പോവുകയാണ്. അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇപ്പോൾ വീഡിയോസിൽ ഞങ്ങൾ വളരെ എക്സൈറ്റ്മെൻറ്റ് ആണ്. എല്ലായിടത്തും പോകുമ്പോൾ ഈ ഒരു സംഭവം വരുന്നത് കേട്ടോ, നമ്മുടെ മേത്ത് ഇങ്ങനെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതിൽ പറയാതെ കുറേ ആൾക്കാർ കയറുന്നുണ്ട്, അതുകൊണ്ട് ഉള്ള പ്രശ്നമാണ്. നമ്മളെ കയ്യിലിതാ ഇങ്ങനൊരു നമുക്കിതാ ഇങ്ങനൊരു സംഭവമൊക്കെ ചെയ്ത് ഇങ്ങനെ ഇതെല്ലാം കണ്ട് ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പണ്ടത്തെ ഇവിടെ യുദ്ധത്തിൽ മരിച്ച ഭടന്മാരൊക്കെയാണെന്ന് തോന്നുന്നു. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ആ, ഇത് നമ്മളെ ഗേറ്റ് തൂണൊക്കെ ഓർമ്മ വരുന്നു. ഞാൻ മറ്റേ നെതർലാൻഡ്സിൽ ഗേറ്റ് തൂണൊക്കെ അതേപോലെ തന്നെ. ഇവിടെ കുറച്ച് മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വൺ വേ ആണ് ബോട്ട് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങോട്ട് ബോട്ടിൽ പോകും. വരുന്ന വഴിക്ക് നമ്മൾ ഈ കാണുന്ന മാർക്കറ്റിനുള്ളിൽ കൂടെയൊക്കെ നടന്നു വരും. നമുക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കഴിക്കാം. അപ്പം ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാനീ ബോട്ട് കയറുമ്പം കാണിച്ചു തരാം കേട്ടോ. മാങ്ങയുടെ വലിപ്പം കണ്ടപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. ഇത് നോക്കിയാൽ ഇത് എന്താണെന്ന് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ തേങ്ങ എന്ന് പറയും. ഭയങ്കര വലിയ മാങ്ങ. അപ്പം ഇതാണ് ഇപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ നല്ല ചൂടുള്ളതുകൊണ്ട് നമുക്കത്ര എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ബിഗ് ബോട്ടിലാണ് കയറാൻ പോകുന്നത്. നമ്മളിപ്പം അവർ ബിഗ് ബോട്ട് എന്ന് പറഞ്ഞു. സോ ഗൈസ്, നമ്മൾ കയറാൻ പോകുന്നത് ഈ വണ്ടിയിലാണ്. ആ, സൂക്ഷിക്കണേ, പിടിച്ചിട്ട് കയറണേ, കാല് വഴുതിയാ കഴിഞ്ഞേ. എവിടെ കളിക്കും? ആ പരമ്പ്, ഞാൻ ഫ്രണ്ടിലിരിക്കാം. ചെയ്തോ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ എൻഡിലെത്തി. ഇതാണ് ഇപ്പോൾ എൻഡിങ് പോയിന്റ്. ഇവിടെയൊക്കെ റോഡാണ്. നമ്മൾ എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ആ റോട്ടിൽ കൂടെ എല്ലാ കടകളും കയറി ഇറങ്ങി തിരിച്ച് നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് തന്നെ എത്താം. ഓക്കെ, ഒരുപാട് ഫുഡ് സ്റ്റാൾസ് ഉണ്ട്. പല ടൈപ്പ് ഫുഡും ഉണ്ട്. ഞാനിങ്ങനെ ഒരുപാട് യൂട്യൂബ് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം, ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഒരു പ്രശ്നമില്ല. റേറ്റ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പല ടൈപ്പ് ഫുഡാണ്. അതൊന്നും ട്രൈ ചെയ്യാൻ എനിക്ക് പറ്റില്ല. പിന്നെ ഇപ്പോൾ ഇത് മുതലേനൊക്കെ പോന്നിട്ടുണ്ട്. അതിൻ്റെ ബാർബിക്യൂ ആണിത്. എനിക്കിവിടെ നിൽക്കാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് ഞാൻ പോവുകയാണ്. കണ്ടില്ലെന്ന് ആരും പരാതി പറയണം. ഇവിടെതാ പുഴുണ്ട്, പിന്നെ അതെന്തോ ഒരു ജീവിയുണ്ട്, എന്താ കറക്റ്റ് വേറെ ജീവിയുണ്ട്, ഞാനൂരുണ്ട്. എൻ്റെ ദൈവമേ, ഒരുപാട് വെറൈറ്റി തുണികളൊക്കെ ഉണ്ട് കേട്ടോ. തുണികൾ ഇഷ്ടം പോലെ വെറൈറ്റി ഡ്രസ്സ് ഉണ്ട്. ഞാനപ്പോൾ ഒരു സ്കേർട്ട് വാങ്ങി, ഒരു ഗ്രീൻ സ്കേർട്ട് വാങ്ങി. അതിന് ഞാൻ കൊടുത്തത് ഒരു 350 തായ് ബാത്താണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ 350 × 3, അപ്പോൾ ഇന്ത്യയിലെ എത്ര എമൗണ്ട് ആണെന്ന് മനസ്സിലാവും. പിന്നെ ഒരുപാട് ഫ്രൂട്ട് കടകളൊക്കെ ഉണ്ട്, ജ്യൂസ്. അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ നമ്മൾ ഈ കനാലിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ നടക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ അധികം ഈ വൈറ്റ് കളർ മിക്സ് ഉള്ള ഡ്രസ്സസാണ് ഇവിടെ. ഷർട്ടാണെങ്കിലും സ്കേർട്ടാണെങ്കിലും ഒക്കെ. പിന്നെ ഇതാ നമ്മുടെ മെയിൻ ഐറ്റംസ്. നമുക്ക് നടന്ന് ക്ഷീണം വരും. ചായ ഒക്കെ ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്. നമുക്ക് ഭയങ്കര ക്ഷീണമാവും. നമ്മുടെ ബോട്ടിൽ വന്ന അത്രയും ദൂരം നമ്മൾ തിരിച്ച് നടക്കണം. അപ്പോൾ അതാണ് ഇവരുടെ ഒരു ഐഡിയ എന്ന് വെച്ചാൽ നമ്മൾ ഈ മാർക്കറ്റിൽ കാണും, ഇവർക്ക് കച്ചവടം നടക്കും. സോ പിന്നെ ഒരു വാക്കിംഗ് ആയി, ഒരുപാട് നടക്കാനുണ്ട്. പിന്നെ നടക്കുന്ന വഴിയിലൊക്കെ ചില സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. ഒരു സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ പാലമൊക്കെ നമ്മൾ ഫ്ലൈറ്റ് കഴിഞ്ഞാൽ അവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ടേ ഇല്ല. ഫുൾ ടൈം നമ്മളിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ ടൈപ്പ് കോപ്പി കണ്ടു, ഉച്ചയ്ക്ക് ശേഷം ബസ്സിൽ നമ്മളിവിടെ എത്തി പട്ടായയിലോട്ട് വന്നു, ബാങ്കോക്ക്. അപ്പോൾ ഒരുപാട് ക്ഷീണമായി. എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി, കിടന്നാൽ മതി. ഞാൻ അപ്പോൾ ടയർഡായി. അപ്പം അച്ഛനാമയ്ക്ക് ഓരോ കടകളൊക്കെ കണ്ടുകൊണ്ട് ലേറ്റ് ആകുകയാണ്. ഞാനും മുന്നോട്ട് നടന്നു. അവിടെ എവിടെയെങ്കിലും സീറ്റ് ഉണ്ടെങ്കിൽ ഇരിക്കാൻ വിചാരിച്ച് നടക്കുകയാണ്. ബൈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്.